ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ്. അപ്പോൾ ഇന്ന് ലേസി ഡേസി എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. അതിന് രണ്ട് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും ഫ്ലവറിന് വേണ്ടിയിട്ടാണ്. ലീഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ കെട്ടിട്ടെടുക്കുക. രണ്ട് വശം ഒരുമിച്ച് കെട്ടിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അടിവശത്ത് നിന്ന് ആദ്യം കുത്തിയെടുത്ത ശേഷം നൂല് മുകളിലോട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ആ നൂലിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. പിന്നെ മുകളിലോട്ട് സൂചി ഇങ്ങനെ കുത്തി താഴ്ത്തിയെടുക്കുക. വീണ്ടും ആ തയ്ച്ച് തുടങ്ങിയ ആ ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും ഒന്ന് സൂചി കുത്തി പൊക്കിയെടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്ത് അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. അത് കുറച്ച് മുകളിലോട്ടാണ് വേണം കുത്താനായിട്ട്. ഇത് ഡബിൾ ലേസി ഡേസിയാണ്. സിംഗിൾ ആണെങ്കിൽ ഒറ്റ ഇത് മാത്രം മതി. ഇപ്പോൾ ഡബിൾ ആയതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം നമ്മൾ കുത്തിയെടുക്കുന്നത്. പിന്നെ മുകളിലോട്ട് അതിങ്ങനെ കുത്തി താഴ്ത്തിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ലേസി ഡേസിയുടെ ഒരു പെറ്റൽ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് മാത്രമാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഇതുപോലെ എങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ച് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ലേസി ഡേസി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് ചിരി സഹിക്കാൻ വയ്യാത്തത്. അത് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് കട്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് കംപ്ലീറ്റ് ആയിട്ടും ലേസി ഡേസി ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡാർക്ക് പിങ്ക് കളറിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം വേറൊരു വയലറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് പിങ്കും വയലറ്റും ഇത് നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് തന്നെ എടുത്തിട്ടുള്ളത്. വൈറ്റ് ചുരിദാറിലോ ഒക്കെ ഡ്രസ്സിലൊക്കെ, വൈറ്റ് ഡ്രസ്സിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതും ഡബിളായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുന്നു. ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് ജസ്റ്റ് മാക്സിമം ഒന്ന് ഷോർട്ടാക്കിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ലീഫ് പിന്നെ സ്റ്റെമ്മൊക്കെ ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റെമ്മ് ഇടയ്ക്ക് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വെറും സ്റ്റെമ്മും ലേസി ഡേസിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ലീഫിനും ലേസി ഡേസി, അത് സിംഗിൾ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ഫ്ലവറിനും ഡബിളാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്. അത് അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഡിസ്റ്റർബ് ആണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ തന്നെ സ്റ്റെമ്മാണ് ചെയ്തെടുക്കുന്നത്. സ്റ്റെമ്മ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് സൂചി കുത്തി എടുത്തിട്ട് കുറച്ച് അകലത്തിൽ സൂചി അടുത്തത് കുത്തി താഴ്ത്തിയെടുക്കണം. പിന്നെ നടുവിലോട്ടൊന്ന് സൂചി കയറ്റിയെടുക്കുക. അതാണ് സ്റ്റെം എന്ന് പറയുന്നത്. ഈവൻ റണ്ണിങ് സ്റ്റിച്ചിന് പോലെ തന്നെയാണ്. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതല്ലേ. ഇത് റണ്ണിങ് സ്റ്റിച്ച് ഗ്യാപ്പ് ഇടാതെ നടുവിലോട്ട് കുത്തിയെടുക്കുന്നതിനാണ് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെമ്മിനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ തന്നെയാണ് കുറച്ച് ഒരു 11 ബേസിക് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം ഞാൻ പുറകിലോട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുറകു വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നീട് ലേസി ഡേസി സിംഗിളാണ് ചെയ്യുന്നത്, ലീഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.